ശ്രീലക്ഷ്മിയുടെ ആദ്യ കഥാവിഷ്കാരമായ പ്രിയമാനവളെ കവി സരസൻ എടവനക്കാട് പ്രകാശനം ചെയ്തു. This news brought to you by Kalpaga Weddings, North Parvur. കസ്തൂർബ സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ പുസ്തക പ്രകാശനവും അനുമോദന സംഗമവും സംഘടിപ്പിച്ചു. KR ശ്രീലക്ഷ്മിയുടെ ആദ്യ കഥാവിഷ്കാരമായ പ്രിയമാണവളെ എന്ന പുസ്തകത്തിന്റെ പ്രകാശനമാണ് എളങ്ങുന്നപ്പുഴ ഗവൺമെന്റ് LP സ്കൂളിൽ നടന്നത്. കസ്തൂർബ വായനശാല പ്രസിഡന്റ് സുരേഷ് കുറുപ്പ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ KP സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത കവി സരസൻ എടവനക്കാട് പുസ്തക പ്രകാശനം നിർവഹിച്ചു. 15 വർഷം കൊണ്ട് ലോകം പെട്ടെന്ന് മാറിയിരിക്കുന്നു. ഡിജിറ്റൽ വേൾഡിലേക്ക് കടന്നപ്പോൾ നമ്മുടെ കുട്ടികൾ പലരും സോഷ്യൽ മീഡിയയുടെയും അതുമായിട്ട് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളുടെ അടിമകളായി തീർന്നിരിക്കുന്നു. അപ്പോൾ പണ്ട് ഈ വെറ്റില എടുത്തിട്ട് അതിൽ ചുണ്ണാമ്പ് തേക്കുന്ന പോലെ നമ്മള് ഫോൺ എടുത്തിട്ട് അത് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കേണ്ട ഒരു പ്രായത്തിൽ ഒരു കുട്ടിക്ക് ഇതെങ്ങനെ തോന്നി, ആ സ്പാർക്ക് എവിടെ നിന്ന് കിട്ടി, എവിടെ നിന്നോ അങ്ങനെ ഒരു സ്പാർക്ക് കിട്ടിയതിന്റെ ഫലമായിട്ടാണ് ഉള്ളിന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ സൃഷ്ടിക്കണം എന്നുള്ള ആ ഒരു ത്വരയുടെ പ്രകടനമായിട്ട് പ്രിയമാനവളെ എന്ന് പറയുന്ന ഈ പുസ്തകം ഇവിടെ പിറവി കൊണ്ടത്. ഇതിന്റെ പേര് തന്നെ റൊമാൻറ്റിക് ആണ്, എല്ലാവരും യോജിക്കുന്നുണ്ടല്ലോ, പ്രിയമാനവളെ. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അംഗം KK ജോഷി പുസ്തകം ഏറ്റുവാങ്ങി. ഇവിടെ സൂചിപ്പിച്ച ഏറ്റവും കൂടുതലുള്ള കവികളാണ്. ഇവിടെ അദ്ദേഹം പറഞ്ഞ ഇതിനോട് മലയാള കവിതകൾക്ക് പൂമ്പടഞ്ഞു പോയി എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. ഇല്ലെങ്കിലും കവികളാണ് കൂടുതൽ. മിക്കവാറും എല്ലാ സാഹിത്യകാരന്മാരെയും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ചരിത്രം വായിച്ചു, ജീവിതത്തിൽ വായിച്ചു നോക്കുമ്പോൾ അവരാരംഭിച്ചത് കവിതയിലൂടെ. എനിക്കിവിടെ ഏറ്റവും കൂടുതൽ എഴുത്തുകാരുള്ള കവികളായിട്ടാണ്. നമ്മുടെ വൈപ്പിങ്കൽ അതിനൊരു വളരെ പ്രസിദ്ധമായ ഒരു സ്ഥലമാണ്. വാൽമീക എഴുത്തുകാർ, പ്രത്യേകിച്ച് കവികളൊരു കേദാരമാണ് വൈപ്പിങ്കൽ. നല്ല കാര്യം. കൊച്ചി ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KS രാധാകൃഷ്ണൻ, പ്രശസ്ത എഴുത്തുകാരൻ KS സലി, എളങ്ങുന്നപ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗം റാഫേൽ ഫെർണാണ്ടസ് എന്നിവർ അനുമോദനങ്ങൾ നേർന്ന് സംസാരിച്ചു. പ്രസീത ടീച്ചർ പുസ്തക പരിചയം നടത്തി. ചടങ്ങിൽ ശ്രീലക്ഷ്മി സ്കൂൾ ടീച്ചർമാരുടെ ആദരം ഏറ്റുവാങ്ങി. തുടർന്ന് ശ്രീലക്ഷ്മി മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത എടവനക്കാട്. എനിക്കിപ്പോൾ എന്താണ് പറയേണ്ടതെന്ന് വ്യക്തമായിട്ട് അറിയത്തില്ല, പക്ഷേ ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് ഈ പരീക്ഷയൊക്കെ നടക്കുന്ന സമയത്ത് കഥകൾ എഴുതുന്നത് ഭയങ്കര കൂടുതലാണ്. പഠിക്കുന്ന സമയത്തായിരിക്കും കഥ എഴുതാൻ തോന്നുന്നത്. ഈ കഥ ഓണം എക്സാം നടക്കുന്ന ടൈമിൽ എഴുതിയ കഥയാണ്. കഥ എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിയുടെ ജീവിതം അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ കഥയിൽ 15 വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു ഇതിലേക്ക് പോയിട്ട് അതിൽ നിന്ന് പാസ്റ്റിലേക്ക് ആ പെൺകുട്ടി സഞ്ചരിക്കുകയാണ്. എൻ്റെ മനസ്സിൽ ആദ്യം ഉണ്ടായിരുന്നത് നായികയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം കഥ പോവുക എന്നൊരു ഇതായിരുന്നു. പിന്നെ ആലോചിച്ചപ്പോൾ വിചാരിച്ചു എന്നാൽ നായകൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലും കൂടി കഥയാക്കാം, അപ്പോൾ കുറച്ചുകൂടി ഇതാവുമല്ലോ എന്നൊക്കെ വിചാരിച്ചു. ഞാൻ ആദ്യം ശുഭപര്യവസായിയായ ഒരു കഥയാണ് ഉദ്ദേശിച്ചത്. പക്ഷേ എനിക്ക് കുറച്ചുകൂടി വായനക്കാരുടെ ഉള്ളിൽ നിൽക്കണമെങ്കിൽ അത് ഇത്തിരി സാഡ് എൻഡിങ് ആവണമെന്ന് തോന്നിയപ്പോൾ ഞാൻ നായകനെയും കൊന്നു.